അറിയാം ഈ ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ അശാസ്ത്രീയ നിർമ്മാണം ഈ ദുരിതപ്പേത്ത് കാലത്ത് എത്രത്തോളം കൂടുതൽ ഇരട്ടിപ്രഹരമാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളത്. ദേശീയപാത 66 അശാസ്ത്രീയ നിർമ്മാണത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് മലപ്പുറം വളാഞ്ചേരി പുത്തനത്തണിയിലെ സർവീസ് റോഡിന്റെ അവസ്ഥ. ഉയരത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയിൽ നിന്നും സർവീസ് റോഡിൽ നിന്നുമുള്ള വെള്ളം മുഴുവൻ വീടുകളിലേക്കാണ് എത്തുന്നത്. വെള്ളം ഒരു ഡ്രെയിനേജ് നിർമ്മിച്ചോ പൈപ്പിട്ടോ വെള്ളം പ്രദേശത്തെ തോട് വരെ എത്തിക്കണമെന്നാണ് പ്രദേശവാസികൾക്ക് പറയാനുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പുത്തനത്താണി ഉണ്ണിയാലിലാണ്. പുത്തനത്താണിയിലെ ദേശീയപാത കടന്നു പോകുന്നതിൻ്റെ സർവീസ് റോഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ദേശീയപാത കുരിയാടിലെ പോലെ തന്നെ മണ്ണിട്ട് ഉയർത്തി കോൺക്രീറ്റ് കട്ടകളിൽ ആണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിനോട് ചേർന്നാണ് ഈ സർവീസ് റോഡ്. ഇവിടുത്തെ പ്രധാന പ്രശ്നം ഈ സർവീസ് റോഡിൻ്റെ ഒരു ഷേപ്പ് നമുക്കിവിടെ നോക്കിയാൽ കാണാം. അത് ഒരു തോണിയുടെ ആകൃതിയിലാണ്. താഴേക്ക് പോയി പിന്നെ ഉയർന്ന് ഈ ഒരു ആകൃതിയിലാണ് ഇവിടെ സർവീസ് റോഡുള്ളത്. അതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട് ഈ ഒരു മേഖലയിലേക്കുള്ള വെള്ളത്തിൻ്റെ ഒഴുക്ക്, മഴക്കാലമായതോടെ വെള്ളത്തിൻ്റെ ഒഴുക്ക് ഇവിടേക്ക് അടിയുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ നമുക്ക് കാണാം ഈ സർവീസ് റോഡിൻ്റെ ഭാഗമായിട്ട് വെള്ളം ഒഴുകിപ്പോകാനുള്ള ഡ്രൈനേജുകൾ ഇവിടെ നിർമ്മിച്ചത് കാണാം. ഇങ്ങനെ ഈ ഡ്രൈനേജിലൂടെയുള്ള വെള്ളം മുഴുവൻ ഇതുവഴി താഴത്തേക്ക് തുറന്നു വിട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ കാണാം ഈ പോകുന്ന വെള്ളം വീടുകൾക്ക് ഇടയിലൂടെ ആണ് കടന്നു പോകുന്നത്. ഒരിക്കൽ വെള്ളം കുത്തിയൊലിച്ചു വന്ന് വീടിൻ്റെ ചുറ്റുമതിൽ തകർന്ന സംഭവവും അതുപോലെ വീട്ടിലേക്ക് വെള്ളം കയറിയ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവർ എങ്ങനെയാണ് ഹൈവേ അതോറിറ്റി എന്തുദ്ദേശിച്ചാണ് ചെയ്തതെന്ന് നമുക്കൊരിക്കലും അറിയില്ല. ഈ പ്രദേശത്ത് സർവീസ് റോഡിലൂടെ വരുന്ന വെള്ളവും അതുപോലെ തന്നെ ഹൈവേയിൽ നിന്ന് വരുന്ന വെള്ളവും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന വെള്ളവും ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് കണക്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. പക്ഷേ എന്തില്ല, ഇത്രയും വെള്ളം ഉൾക്കൊള്ളാനുള്ള തോട് ഇവിടെ ഇല്ല എന്നുള്ളതാണ് വലിയ പ്രശ്നം. സംരക്ഷണ ഭിത്തിയില്ല, ഒന്നുമില്ല. വീട്ടിലൊക്കെ മൊത്തം മണ്ണ് ചളിയൊക്കെ കയറിയിരുന്നു മുറ്റത്തൊക്കെ. പിന്നെ ഇതിൽ കൂടെ അങ്ങനെ തോട്ട് കൂടെ അങ്ങനെ ഒഴുക്കി വിടേണ്ട ഒരു സാഹചര്യമാണ്. ഈ ഒഴുകണ വെള്ളം മുഴുവൻ വീട്ടിലേക്കാണ് അത് ഇതങ്ങനെ പൊട്ടിയിട്ട് ഇതങ്ങനെ അങ്ങോട്ട് ഒഴുകിയിട്ട് അങ്ങനെ വന്നിട്ട് ഞങ്ങളെ വീടിന്റെ 4 പുറത്തു കൂടി വന്നു. ചുറ്റുമതിലൊക്കെ ആകതായിരുന്നു. അടുക്കളയിലൊക്കെ വെള്ളം കയറിയിരുന്നു. ഇത് ഇവിടുത്തെ ഒരു കാഴ്ച എങ്ങനെയാണെങ്കിൽ 100 മീറ്റർ അപ്പുറത്തുള്ള സാഹചര്യം മറ്റൊന്നാണ്. ഈ സർവീസ് റോഡിൻ്റെ ഇറക്കത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട സർവീസ് റോഡ് തുടങ്ങുന്ന വഴിയായിരുന്നു ഡ്രൈനേജ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ കാണാം ഡ്രൈനേജിൻ്റെ ഡ്രൈനേജൊക്കെ ഇതിൻ്റെ അടിയിൽ തന്നെ ഉണ്ട്. വെള്ളം ഇതിനിടയിലൂടെയാണ് ഒഴുകി പോകുന്നത്. പക്ഷേ ഈ സർവീസ് റോഡ് കൃത്യമായിട്ട് ആ ഇറക്കത്തിൻ്റെ കൃത്യം മധ്യത്തിലെത്തുമ്പോൾ അവിടുന്ന് അങ്ങോട്ട് ഈ വെള്ളം എവിടേക്ക് തള്ളിപ്പോകുമെന്ന് അറിയാത്ത ഒരവസ്ഥയാണ്. ഇവിടെ നിന്ന് ഇത് ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഹൈവേ അതോറിറ്റി ഒരുക്കിയിട്ടില്ല. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ വീടിൻ്റെ മുമ്പിലേക്ക് നമുക്ക് നോക്കിയാൽ കാണാം ഈ ഡ്രൈനേജിലെ വെള്ളം മുഴുവൻ ഇവിടെ ഉറവയായി വന്ന് ഈ വീടിൻ്റെ മുൻപിലൂടെ ഒഴുകി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇങ്ങനെ വരുന്ന വെള്ളം ശാസ്ത്രീയമായിട്ട് ഇവിടുത്തെ താമസക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ താഴേക്ക് ഒഴുക്കി കളയാനുള്ള ഒരു സംവിധാനമാണ് ഇവിടെ വേണ്ടത്. മഴ മാറിയിട്ട് ഏകദേശം 4 മണിക്കൂറിലധികമായി. ഇപ്പോഴും മഴ പെയ്യുമ്പോൾ തന്നെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം ഇല്ലാഞ്ഞാൽ മൊത്തം കുത്തിയൊലിച്ചു പോകും. റോഡും നമുക്ക് വീടിനും ഭീഷണിയാണ്, തൊട്ട് താഴെയുള്ള വീടുകൾക്കും ഭീഷണിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ഉറച്ച പരിഹാരം ഞങ്ങൾക്ക് ചെയ്തു തരാനുള്ളത്, ഇവിടെ പൊട്ടിച്ചിട്ട് ഒരു 150-200 മീറ്ററിൻ്റെ അടുത്ത് ഞങ്ങളെ വലിയ തോടുണ്ട് താഴെ. ആ തോട്ടിലേക്ക് ഈ റോഡിൻ്റെ സെൻറ്ററിലൂടെ ഒരു ഡ്രൈനേജ് കൊണ്ടുപോകുക എന്നുള്ളതാണ്. സർവീസ് റോഡിലൂടെയും മുകളിലെ ദേശീയപാതയിലൂടെയുള്ള വെള്ളം മുഴുവൻ ഡ്രൈനേജിലായി ഇവിടെ എത്തുകയും അത് ഇവിടെ നിന്ന് വീടുകൾക്ക് മുമ്പിലൂടെ താനെ ഉറവയായിട്ട് പോകുന്നൊരു സാഹചര്യം. അതിന് പകരം ഇവിടെ ഒരു പൊട്ട് ഉണ്ടാക്കി അല്ലെങ്കിൽ ഇവിടെ മുറിച്ച് താഴെയുള്ള തോട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകാനുള്ള സംവിധാനം നിർമ്മിക്കണമെന്നാണ് പ്രദേശവാസികൾക്ക് പറയാനുള്ളത്. ഒപ്പം തന്നെ ഈ സർവീസ് റോഡിന് സംരക്ഷണ ഭിത്തി അടക്കം ഉറപ്പാക്കി ഇവരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തം കൂടി ഇതിൻ്റെ നിർമ്മാതാക്കൾക്കുണ്ട് എന്നുകൂടി പ്രദേശവാസികൾ ഓർമ്മിപ്പിക്കുകയാണ്. ജിഷാദ് വളാഞ്ചേരിക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.